അല്ല പവി, തനിക്ക് ഇവിടെ എന്താ ജോലി? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചാരു, കാണാൻ വേണ്ടി വന്നു. അയ്യോ, ചാരുതീരൊന്നുമില്ല. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഇത് ഒരു സ്ത്രീകളുടെ ഹോസ്റ്റലാന്ന് അറിയില്ലേ? കടക്ക് പുറത്ത്. ഞാൻ ഇവിടെ താമസത്തിന് വന്നേന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പോണോ, അത്രേ ഉള്ളൂ. ഓ, അല്ലേ പിന്നെ ഇവിടെ താമസിപ്പിക്കാൻ പോവുകയല്ലേ? നിന്റെ സുഹൃത്ത് ബന്ധമൊക്കെ അതാ അവിടെ റോട്ടുമില്. ഈ പടികത്ത് പാടില്ല, മനസ്സിലായല്ലോ? ആ, ഇറങ്ങിക്കോ. ഇറങ്ങാൻ ചൂടാവേണ്ട കാര്യം എന്തിനാ? ആരാ ചൂടാവുന്നത്? പിന്നല്ലാതെ. ഇറങ്ങി പുറത്തെ. ആ, ഇറങ്ങാതെ. ഇവിടെ കാണാൻ വേണ്ടി ഒരാളെ വന്നാ കണ്ടിട്ട് പോകും. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞില്ലേ? പുരുഷന്മാര് പ്രവേശിച്ച അകത്ത് കയറില്ലല്ലോ, ഇവിടെ ഇന്നല്ലേ ഉള്ളൂ. ഞാൻ ഫ്രണ്ടെ കണ്ട് പൊക്കോളാം. ചാരു, ചാരു ഇവിടെ പോയി കിടക്കുന്നേ. പോവല്ലോ. രവിയേ, ഇങ്ങോട്ട് കയറ്റി വിട്ടേ. ആരാ നീ? ഞാൻ ആരല്ലോ നിങ്ങൾക്ക് മാടത്തിന്റെ ബി പി കേട്ടത് പുറത്ത് പോടാ. എങ്ങനെ പോ? ഞാൻ പോകത്തില്ല. കാണാൻ വന്നാ കണ്ടിട്ടേ പോകത്തുള്ളൂ. പോകത്തില്ല മാഡം. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞല്ലേ? അതിനകത്തോട്ടാരും കയറില്ലല്ലോ, ഇവിടെ നിൽക്കുന്നത്. കഷ്ടമല്ലോ. പോവാൻ മനസ്സില്ല. ആടിച്ചിറക്കി വിടെ. ഒന്ന് കാണണല്ലോ. അത് എന്താ മാഡം, എന്താ പ്രശ്നം? ഇതാരെ കാണാൻ വന്നതാ ഇവൻ? ഇതെന്റെ ഫ്രണ്ടാ മാഡം. 3 പേരോട് ഒരു കാര്യം പറയാ. ഇന്ന് വരെ ഈ ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടികളും ഈ ഹോസ്റ്റലിന് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല. ഇറക്കി വിടി വേനെ. ഇറങ്ങിപ്പോയില്ലെങ്കിൽ മാഡം മാഡം വിചാരിക്കുന്ന പോലെ ഇവൻ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല. പാവം ചെറുക്കനാ. കണ്ടിട്ട് ഒരു ഫ്രോഡ് ലുക്ക് എനിക്ക് പണ്ടേ ഉള്ളതാ. എന്റെ പാരമ്പര്യമായിട്ടുള്ളതാ. അപ്പൂപ്പന്മാരൊക്കെ ആയിട്ടുള്ളതാ. അത് പറ. നിങ്ങൾ 3 പേര് നല്ല കുട്ടികളാണെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ തന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇറക്കി വിടേണ്ടി വരും. ഇല്ല മാഡം, ഞങ്ങള് പാവം കുട്ടികൾ തന്നെ. ഇത്തവണത്തേക്ക് മാഡം ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാഡം ഏത് യുഗത്തിലാണ് ജീവിക്കണത്? നിങ്ങളെ കണക്ക് ഓൾഡ് ജനറേഷൻ ഒന്നും അല്ല. ഇപ്പോഴത്തുള്ള പെമ്പിള്ളാരും പയ്യന്മാരും ഒരുമിച്ചാണ് ജീവിക്കണത് അവിടെ സിറ്റിയിലുള്ള ഹോസ്റ്റലിലൊക്കെ. മനസ്സിലായേ? ശിവ കേട്ടോ, മാഡം പറഞ്ഞ കേട്ടോ. എന്നാലേ അതൊന്നും ഇവിടെ നടക്കത്തില്ല, മനസ്സിലായല്ലോ? കഷ്ടം തന്നെ. ഞാൻ നാട്ടുകാരെ കൊണ്ട് നല്ല പേരെടുപ്പിച്ചിട്ടാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. വൃത്തികേട് പേരെടുക്കാൻ ഞാൻ തയ്യാറല്ല. പെട്ടെന്ന് ഇറങ്ങിക്കോ. ആര്? ഇതാ ഈ 3 പേരും. മാഡം ഞങ്ങളോട് ക്ഷമിക്കണം. മാഡം ഒരു പുരുഷ വിരോധിയാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോറി പ്ലീസ്. നീ എന്തിനു ചാരി ഇവരുടെ കാല് പിടിക്കണത്? ചേട്ടാ, എടാ നിന്നോട് താരാടും കൂടെ വരാൻ പറഞ്ഞേ. ഞാൻ വിളിച്ചാ നിന്നെ. കേട്ടല്ലോ? ഇറങ്ങിക്കോ. അത് മാത്രല്ല, ഇങ്ങനെ പെമ്പിള്ളേരൊക്കെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ വരാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക, വിസിറ്റേഴ്സ് അലൗഡ് ആണോ? മര്യാദ ഉണ്ടാ നിനക്ക്? അതെ, അത് കറക്റ്റ് ആണ്. നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ദേ പവി, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മാഡത്തിനെ വിഷമിപ്പിച്ച നിന്റെ കമ്പനി പോയിട്ട് നിന്റെ ഒന്നും എനിക്ക് വേണ്ട. പറഞ്ഞു കൊടുക്ക്. ഇവരെ കണ്ടിട്ട് ചുമ്മാ ഒരു മര്യാദക്ക് നടത്തുന്ന ഹോസ്റ്റലാ നാണം കെടുത്താൻ വന്നിരിക്കുന്നു. എന്റെ പൊന്നിനെ ഞാൻ മാഡം സോറി.